സഞ്ജുവും സ്വാതിയുടെ അച്ഛനും വീട്ടുകാര് പോലും അറിയാതെ ഈ വിവരം മറച്ചു വെച്ചിരിക്കുക. സ്വാതി പാരലൈസ്ഡ് ആയെന്ന് എപ്പോഴായാലും വീട്ടുകാർ അറിയേണ്ടതല്ലേ? മോൾക്കത് ഊഹിച്ചൂടെ? ഉടനെ ഒരു ദുരന്ത വാർത്ത കൂടി പുറത്തു വിടണ്ടെന്ന് അവര് കരുതി കാണും. ഇങ്ങനൊരവസ്ഥയില് സഞ്ജുവിന്റെ സ്വാതിയുടെ വിവാഹം നടന്നാൽ തന്നെ എങ്ങനെ അവൾക്കൊരു കുഞ്ഞിന്റെ അമ്മയാവാൻ പറ്റും? എല്ലാ ഭാഗവും നമ്മളൊന്ന് ആലോചിക്കണ്ടേ മോളെ? ആ കുടുംബത്തിലെ ആകെയുള്ളൊരു പ്രതീക്ഷയായിരുന്നു സഞ്ജു സ്വാതി. മറ്റാർക്കും കുഞ്ഞുങ്ങളുമില്ല. ചുരുക്കി പറഞ്ഞ മംഗലശ്ശേരിയിൽ ഇനി ഒരു കുഞ്ഞിക്കാലി പിറക്കാൻ ഞാൻ നോക്കിയിട്ട് ഒരു സാധ്യതയും കാണുന്നില്ല. ഇനി എങ്ങനെ സംഭവിക്കണമെങ്കിൽ സഞ്ജു സ്വാതിയെ മാറ്റി നിർത്തി മിക്കവാറും മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടേണ്ടി വരും. സഞ്ജു സ്വാതിയും തമ്മില് എത്ര വലിയ പ്രേമോന്നൊക്കെ പറഞ്ഞാലും തറവാടന്യം നിന്ന് പോവാൻ മറ്റുള്ളവർ സമ്മതിക്കോ? മുഴുവൻ സ്വത്തിനൊരു അവകാശം വേണ്ടേ? എന്തിന്? അന്ത്യകർമ്മങ്ങൾ ചെയ്യാനൊരാളെങ്കിലും കുടുംബത്തുണ്ടാവണ്ടേ? അപ്പോ മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടാൻ സഞ്ജു തയ്യാറാവും. അല്ലെങ്കിൽ അവൻ അതിന് നിർബന്ധിതനാവും. മോളുടെ മനസ്സ് ആവർത്തിച്ച് പറയുന്നത് സത്യമായി തീരുന്ന എനിക്ക് തോന്നുന്നത്. ദൈവകൽപിത ഇതായിരിക്കും. മല്ലിക ആന്റിക്കത് തീർച്ചയായി. ഞാൻ ആഗ്രഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. സഞ്ജുവിനെ പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു ദുഷ്ടകൃത്യവും ഞാൻ ചെയ്തിട്ടില്ല. സ്വാതി ഇല്ലാതായി പോകാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. ആഗ്രഹിച്ചത് അവള് സഞ്ജുവിനെ എനിക്ക് വിട്ടുതരണമെന്നാ. അവൾക്കെല്ലാം അറിയാവുന്നതല്ലേ? ചിലപ്പോ മോള് പറഞ്ഞു തന്നെ സംഭവിച്ചെന്ന് വരും. കുറച്ചു സമയം കൂടി തനിക്ക് സംഭവിച്ചത് എന്താണെന്നറിയാതെ സ്വാതി കഴിച്ചുകൂട്ടും. മകള് മറ്റുള്ളവർക്ക് ബാധ്യതയാണെന്ന് അറിയുന്ന നിമിഷം അച്ഛനും അമ്മയും അവളെ കൊണ്ട് മംഗലശ്ശേരി വിടും. സഞ്ജുവിനെ സ്വാതി അവന്റെ വഴിക്ക് വിടും. ഇതൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. മമ്മി വന്ന കൂടെ പോകാൻ തന്നെയാണ് മോളുടെ തീരുമാനം. ഞാൻ ഇനി ഇവിടെ നിന്ന് എങ്ങും പോവില്ല. മമ്മിക്ക് വേണമെങ്കിൽ എന്റെ ജീവനില്ലാത്ത ശരീരം കൊണ്ടുപോവാം. അപ്പോഴും സഞ്ജനയുടെ മനസ്സ് ഇവിടെ തന്നെയായിരിക്കും. നമുക്ക് പിടിച്ചു നിൽക്കാം മോളെ. ഞാൻ ആദ്യം മമ്മി എന്തിനിവിടെ വന്നു എന്ന് മനസ്സിലാക്കട്ടെ. മമ്മിയെ കണ്ട കാര്യം തൽക്കാലം ഇവളറിയണ്ട. സ്വാതിക്ക് വേണ്ടി ഞാൻ വാങ്ങിയ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇത് അവളുടെ വിരലിൽ അണിയിക്കുന്ന നിമിഷം ഓർത്തു വരികയായിരുന്നു ഞാൻ. ഈ മോതിരം അദ്ദേഹത്തെ കൊണ്ട് വേണം ചേച്ചിയുടെ വിരലിൽ അണിയിക്കാൻ. ചേച്ചിക്ക് അത് വലിയ പ്രതീക്ഷയുണ്ടാക്കും.
ഞാനിത് എന്തേ കാണിച്ചേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഹലോ, ഞാൻ തന്നെയാടി ദക്ഷ. സ്വാതിയുടെ തളർന്നുള്ള കിടപ്പ് നീ കണ്ടില്ലേ? അവള് കട്ടിലൊഴിയും വരെ അങ്ങനെ കിടക്കും. നിങ്ങളൊരു സ്ത്രീയാണോ? ആയിരുന്നു. ഒരുപാട് കിനാവുകൾ കണ്ട് ജീവിച്ച ഒരു സാധാരണ പെണ്ണ്. മറ്റുള്ളവര് കരയുന്നത് കണ്ട കൂടെ കരഞ്ഞു പോകുന്ന ഒരു മനസ്സ് എനിക്കും ഉണ്ടായിരുന്നു. ഇന്നെന്റെ മനസ്സ് കാരിരുമ്പാ. എല്ലാം അറിയുന്ന നിന്നോടും ഞാനത് വിശദീകരിക്കണോ? താലി കെട്ടിയവന്റെ കാമുകിക്ക് വേണ്ടിയല്ലേ നീ ജീവിക്കുന്നത്? നിന്നോട് എനിക്ക് സഹതാപ തോന്നുന്നേ. മംഗലശ്ശേരിക്കാരുടെ മാനം കാക്കാൻ ഒരു ഇരയാ നീ. സഞ്ജു ദക്ഷയുടെ നേർച്ചക്കോഴി ആയതുകൊണ്ടാ നിന്റെ കഥകൾ ഞാൻ വെളിപ്പെടുത്താതിരിക്കുന്നത്. ആ തറവാട്ടിൽ നിന്ന് പോയി രക്ഷപ്പെടാൻ നോക്ക് പെണ്ണേ. അല്ലെങ്കിൽ നീയും എന്റെ അഗ്നിയിൽ വെണ്ണീറാവും. നിങ്ങൾക്കെതിരെ മരണം വരെ ഞാൻ പൊരുതും. മംഗലശ്ശേരിയിലെ മരുമകളാവാൻ കൊതിച്ച ഗൗരീനന്ദനെ അല്ല ഞാൻ. ആ കുടുംബത്തെ എന്നേലാവും വിധം രക്ഷിക്കാൻ വന്നവളാ. നിന്റെ പെർഫോമൻസ് നന്നായിട്ടുണ്ട്. രക്ഷിക്കാൻ വന്നിട്ട് നിന്റെ ചേച്ചി വീണു പോയില്ലേ? നിന്റെ കൺമുൻപിൽ ഇതുപോലെ പലരും വീഴും, ശവമായും പാതി ശവമായും. നീ എന്റെ കുടുംബത്തിൽ കടന്നു കയറി ഷോ കാണിച്ചതിനുള്ള ശിക്ഷയാ നിനക്ക് ഞാൻ തന്നത്. മാണിക്യമംഗലത്തിന്റെ മണ്ണിൽ മംഗലശ്ശേരി വക എന്ന ബോർഡ് കുത്തിയതിന് പകരമായി ഞാൻ നിന്റെ നെഞ്ചിൽ തന്നെ കുത്തി. വീണ്ടും നീ പൂജാ സാധനങ്ങളുമായി എന്റെ അച്ഛൻ ഉറങ്ങുന്ന മണ്ണിലേക്ക് വാ. കരുതി വെച്ചിട്ടുണ്ട് നിനക്ക് ഞാനൊരു സമ്മാനം. എന്താ ലക്ഷ്മി, ഹോസ്പിറ്റലിൽ വെച്ച് നിന്റെ കയ്യിൽ ഞാനൊരു മോതിരം തന്നെ ഓർക്കുന്നുണ്ടോ? അതിങ്ങത്താ. നീ എന്തെങ്കിലും നോക്കുന്ന? നീ അത് മറന്നോ? സ്വാതിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഞാനൊരു മോതിരം വാങ്ങിച്ചിട്ട് വരുന്ന വഴിയാ അവള് ഹോസ്പിറ്റലായി വിവരം അറിയുന്ന. ആ മോതിരം ഐസിയുവിന്റെ മുമ്പിൽ വെച്ച നിന്നെ ഏൽപ്പിച്ചത് തന്നെ. നീ അത് ഓർക്കുന്നില്ല? നീ എന്തിനാ നിന്ന് പരുങ്ങുന്ന? നീ അത് എവിടെയെങ്കിലും വെച്ച് മറന്നോ?
ദേ ഇത് ഇവിടെ വെച്ചിട്ടാണോ ഒന്നും അറിയാത്ത പോലെ നടിക്കുന്നത്? ഇതില് മോതിരം ഇല്ലല്ലോ. നോക്ക്, ഇതിലുണ്ടായിരുന്ന മോതിരം എവിടെ ലച്ചു? അത് ഞാൻ എടുത്തു തരാം. നിങ്ങൾ അതും കൊണ്ട് പോയിക്കോളൂ. ഞാൻ അതുകൊണ്ട് ചേച്ചിയുടെ റൂമിൽ വരാം. നിനക്ക് എന്താ പറ്റിയത്? സത്യം പറ, ഈ ബോക്സിലുണ്ടായിരുന്ന മോതിരം എവിടെ? ഏയ്, എന്റെ മുഖത്തേക്ക് നോക്ക് ലക്ഷ്മി, നോക്കാൻ. കുറച്ചു മുൻപ് നീ ആ മോതിരം എടുത്തിരുന്നു. അല്ലാതെ അതിന്റെ ബോക്സ് ഈ കട്ടിൽ വരില്ല. ബോക്സിൽ മോതിരം ഉണ്ടായിരുന്നില്ലല്ലേ? പറ, നിന്റെ റൂമിൽ നിന്ന് മോതിരം കളവ് പോയോ? മടിക്കാതെ നീ പറ ലക്ഷ്മി, ആരെങ്കിലും മോതിരം എടുത്തോ? എനിക്കത് അത്രയ്ക്ക് വിലപ്പെട്ട മോതിര. ഇത് വാങ്ങാൻ കൊടുത്ത പണത്തിനല്ല ഞാൻ വില കൽപ്പിക്കുന്ന. അത് ഞാൻ ജീവനെ പോലെ സ്നേഹിക്കുന്ന എന്റെ പെണ്ണിന് വേണ്ടി വാങ്ങിയതാ. അതാരെടുത്താലും അവരോട് ഞാൻ ക്ഷമിക്കില്ല. ലച്ചു, മോതിരം കളവ് പോയെങ്കിൽ നീ അത് പറ. എന്നോട് ക്ഷമിക്കണം. മോതിരം എന്റെ കൈവശമുണ്ട്. അത് ഞാൻ കൊണ്ടുവരാം. ദയവായിട്ട് നിങ്ങളിപ്പോ പോ. ഞാനിത് സ്വാതിക്ക് വേണ്ടി വാങ്ങിച്ചെന്ന് അറിഞ്ഞു വെച്ച് നീ എന്തായി കാണിച്ചത് ലച്ചു? അത് മോതിരം നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയാ ഞാൻ വിരലിലിട്ടത്. എന്നോട് ക്ഷമിക്കണം. മറ്റൊരു ഉദ്ദേശം എനിക്കില്ല. സാരമില്ല. പോയി. സഞ്ജു വന്നതൊന്നും അറിഞ്ഞില്ല. ഞാനൊന്ന് എഴുന്നേപ്പിച്ചിരുത്താം.
എന്താ മുഖത്തൊരു കുസൃതിച്ചിരി? വൈകി പോയി ഒരു ഗിഫ്റ്റ് നിനക്ക് ഇപ്പൊ ഞാൻ തരാൻ പോവാ. ആ ഗിഫ്റ്റോ? എന്നാ വേഗം താ. നിന്റെ ബർത്ത്ഡേക്ക് നിനക്ക് സമ്മാനിക്കാൻ ഞാൻ വാങ്ങിയതാ. എന്നിട്ടെന്താ സഞ്ജു എനിക്ക് തരാതിരുന്ന്? വൈകിയില്ലേ നിന്റെ ബർത്ത്ഡേ പരിപാടി പ്ലാൻ ചെയ്യുന്ന? രാവിലെ ഗിഫ്റ്റ് വാങ്ങി വരുമ്പോഴല്ലേ നീ ഹോസ്പിറ്റലായി വിവരം അറിയുന്ന. അവിടെ വെച്ച് ഞാനിത് അമ്മൂനെ ഏൽപ്പിച്ചു. അത് അവൾ സൂക്ഷിച്ചു വെച്ചു. Thank you, Sanju. Thank you so much. Love you, Soti. Love you too. ചേച്ചിക്ക് അദ്ദേഹത്തിലുള്ള വിശ്വാസവും പ്രതീക്ഷയ്ക്ക് വർദ്ധിപ്പിക്കും. സഞ്ജുവിനെ തന്റെ വിരലിൽ അണിയിക്കാൻ കഴിയില്ലെന്ന് കരുതിയോ? എന്നെ കൊണ്ട് നിന്റെ വിരലിൽ അണിയിക്കുമെന്ന് നിന്റെ അനിയത്തി എനിക്ക് ഉറപ്പ് തന്നിരുന്നു. എങ്കിലവളിത് ലക്ഷ്മി ദേവിയുടെ വിഗ്രഹത്തിനടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു കാണും. അവളുടെ പ്രാർത്ഥന കൊണ്ട് തന്നെയാ എനിക്ക് നിന്നെ തിരികെ കിട്ടിയത്. അറിയാതെ പറ്റിപ്പോയ തെറ്റിന് എന്നോട് അദ്ദേഹത്തിന് ദേഷ്യമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ചേച്ചിയോട് പറയില്ലായിരുന്നു. അച്ഛനെയും കൂടെ സങ്കടപ്പെടുത്താതെ. അച്ഛനിപ്പോ പോകുന്നത് മുംബൈയിലേക്കല്ലേ? എത്രയോ തവണ മുംബൈക്ക് പോയിരിക്കുന്നു. പക്ഷെ അച്ഛൻ ആ വഴി US-ലേക്ക് പോവല്ലേ? 3 മാസം കഴിയുമ്പോ അച്ഛനിങ്ങ് വരില്ലേ മോളെ? എന്റെ പൊന്നുമോളെ, അച്ഛന്റെ പ്രതീക്ഷകളൊക്കെ വെറുതെ ആയിപ്പോയല്ലോ. അച്ഛൻ ഇനി എന്തിനാ ജീവിക്കുന്നേ? ഏത് നേരത്താ എനിക്ക് നാട്ടിൽ നിന്ന് പോകാൻ തോന്നിയത്?